പത്രോസിന്റെ സിംഹാസനം 1.5 നൂറ്റാണ്ടിനിടെ ഇതാദ്യമായി പൊതുപ്രദർശനത്തിന്. ആഗോള കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷന്റെ അധികാരപ്രതീകമായ പത്രോസിന്റെ സിംഹാസനം 1.5 നൂറ്റാണ്ടിനിടെ ഇതാദ്യമായിട്ടാണ് പൊതുപ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. ഇതുവരെയും സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ പ്രത്യേകം തയ്യാറാക്കിയ പേടകത്തിലായിരുന്നു ഈ സിംഹാസനം സൂക്ഷിച്ചിരുന്നത്. ഇതിവിടെ സ്ഥാപിച്ചിട്ട് 150 വർഷത്തോളം പിന്നിടുന്നു. 150 വർഷത്തിനിടെ ഇതാദ്യമായാണ് സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ പേടകത്തിൽ നിന്ന് മാറ്റി സിംഹാസനം ബസിലിക്കയുടെ പ്രധാന അൾത്താരയ്ക്ക് മുന്നിൽ പ്രതിഷ്ഠിക്കുന്നത്. പ്രധാന അൾത്താരയ്ക്ക് മുന്നിലായി, സൂക്ഷ്മം പറഞ്ഞാൽ പത്രോസിന്റെ ശവകുടീരത്തിന് തൊട്ടുമുകളിലായിട്ടാണ് സിംഹാസനം പൊതുപ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. പുരാതന കാലം മുതൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന മാർപ്പാപ്പയുടെ അധികാരത്തെയാണ് സിംഹാസനം പ്രതിനിധീകരിക്കുന്നത്. കലാചരിത്രകാരിയായ എലിസബത്ത് ലെവ് CNAയോട് ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകുകയുണ്ടായി. തീർത്ഥാടകർക്കും സന്ദർശകർക്കും ഡിസംബർ 8 വരെ ഇത് കാണാൻ അവസരമുണ്ടാകും. 1867 പയസ് 9 മാർപ്പാപ്പയുടെ കാലത്താണ് സിംഹാസനത്തിന്റെ അവസാനത്തെ പ്രധാന പൊതുദർശനം നടന്നത്. അന്ന് വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ പൗലോസിന്റെയും രക്തസാക്ഷിത്വത്തിന്റെ 1800 വാർഷികത്തിലാണ് പൊതുദർശനത്തിനായുള്ള അവസരമൊരുങ്ങിയത്. 12 ദിവസത്തേക്കായിരുന്നു അന്ന് പൊതുപ്രദർശനം നടന്നത് എങ്കിൽ ഇക്കുറി അത് ഡിസംബർ 8 വരെ നീളും.